ഹായ്, ഞാൻ ഫർസാന. വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഓൾ വീഡിയോ ക്ലിക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. അതിനായി ഒരു ജാർ എടുക്കുക. അതിൽ കുറച്ച് വെളുത്തുള്ളി, ഒരു 15-16 വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. 2 കഷ്ണം ഇഞ്ചി, 5 ചുവന്നുള്ളി, ഒരു 5-6 പച്ചമുളക്, പിന്നെ കുറച്ച് വേപ്പില. എന്നിട്ട് നന്നായി മിക്സിയിലൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അടുത്തതായി ഒരു ബൗൾ എടുക്കുക. ഞാൻ ഇവിടെ ലെഗ് പീസാണ് എടുത്തേക്കുന്നത്. 4 ലെഗ് പീസ് എടുത്തിട്ടുണ്ട്. നേരത്തെ അടിച്ചു വെച്ച മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 4-5 സ്പൂൺ തൈരൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം തൈര്, പാകത്തിന് ഉപ്പ് ചേർക്കുക. 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂൺ പെരിഞ്ജീരകം, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1-2 സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്യുമ്പോൾ ഒരു ക്രിസ്പിനെസ് വരും ചിക്കനിന്. കോൺഫ്ലവർ ഇല്ലാത്തൊരു കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ എടുത്ത് വെക്കുക. അടുത്തതായി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെക്കുക. പാൻ ചൂടായി വരുമ്പോൾ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ നന്നായി ചൂടായി വരണം, അല്ലെങ്കിൽ നമ്മൾ ചിക്കനൊക്കെ എണ്ണ കുടിച്ച പോലെയാവും. അതുകൊണ്ട് നന്നായി ഓയിൽ ചൂടാവുക. ഇതിലേക്ക് ഓരോ ലെഗ് പീസ് ഇട്ട് കൊടുക്കുക. ലെഗ് പീസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഭാഗമാണ്. എല്ലാവർക്കും കഴിക്കാൻ ഒത്തിരി ഇഷ്ടമുള്ള ഒരു ഭാഗമാണ്. ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആവണ വരെ ഫ്രൈ ചെയ്തെടുക്കുക. അടിഭാഗം ഏകദേശം കുക്കായിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. തൈര് ചേർക്കുമ്പോൾ ഒരു പുളി ടേസ്റ്റും ഉണ്ടാവും. അതേപോലെ തന്നെ ചിക്കന് നല്ല സോഫ്റ്റ് ആവും ചെയ്യും. അപ്പോൾ പിന്നെ ലെമൺ ജ്യൂസ് ഒഴിക്കേണ്ട ആവശ്യമില്ല, തൈര് തന്നെ മതി. അടിഭാഗം ഒന്ന് മുരിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇത് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം വേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കുക. അപ്പോൾ പ്രത്യേക മണമാണ് ഉണ്ടാവുക. ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി എടുത്തിട്ട് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വേണമെന്നുള്ളവർ ഇതിൻ്റെ മേലെ കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിക്കാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പമാണ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.